കർത്താവിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ക്വീൻ മേരി ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുവൻ, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. സുഭാഷിതം 3:5. ഇന്ന് ഈശോ എന്നോട് പറഞ്ഞത് ഈ തിരുവചനം പറയാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിൽ നിറഞ്ഞ ഞാൻ ഈ തിരുവചനത്തിൻ്റെ ഒരു ചെറിയ ടോക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ചിലർ പറയും ഞാനെന്ന് സംസാരിക്കും. പക്ഷേ ഈശോ പറയുന്നത് നിന്റെ ബുദ്ധിയെ നിന്റെ മനസ്സിലും കർത്താവിൽ ആശ്രയിക്കാനാണ്. എല്ലാ കാര്യങ്ങളും കർത്താവിൽ ആശ്രയിക്കാൻ. ഇപ്പം മക്കളാണോ കർത്താവ് തന്നത്? കർത്താവാണോ കർത്താവ് തന്നത്? മാതാപിതാക്കളാണോ കർത്താവ് തന്നത്? നിന്റെ എഡ്യൂക്കേഷനാണോ കർത്താവ് തന്നത്? അതുപോലെ ജോലിയാണോ കർത്താവ് തന്നത്? അപ്പോൾ എല്ലാ കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കാൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ നമ്മുടെ ബുദ്ധിയാണേലും അത് കർത്താവ് തന്ന ബുദ്ധി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാൻ. നമ്മുടെ ബുദ്ധി ഒന്നുമല്ല. നമ്മുടെ ബുദ്ധി, ചില പിള്ളേർക്ക് പഠിക്കാൻ ബുദ്ധിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ബുദ്ധിയില്ല, എൻ്റെ ഈശോയെ, ഈശോയുടെ ബുദ്ധി എനിക്ക് തരണമേ എന്നിങ്ങനെ പറയണം. ഇപ്പൊ അമ്മമാരാണെങ്കിലും പിള്ളേരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം, നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് ബുദ്ധി വേണ്ട, ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോ നിനക്ക് പഠിക്കാനുള്ള ബുദ്ധി തരും. അതാണ് പറയുന്നത് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുതെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഒരു IITs ആണേലും എന്ത് പഠിക്കുകയാണേലും എന്ത് പ്രിപ്പയർ ചെയ്താണെങ്കിലും എനിക്ക് ബുദ്ധിയൊന്നുമില്ല കർത്താവേ, അവിടുന്ന് തന്നെ അതൊക്കെ ശരിയാക്കി തരണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ചേ എനിക്ക് ബുദ്ധി, ജ്ഞാനവും അറിവും വിവേകമൊക്കെ തരണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്നില്ലേ, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടൊക്കെ ബഹുമാനിക്കാൻ. അത് കർത്താവ് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അങ്ങനെ ബഹുമാനിച്ചാൽ നിനക്ക് അതിലിരട്ടി ഞാൻ തരുമെന്ന്. അങ്ങനെ ഈ കൊച്ചു വാക്കുകൾ ഞാൻ ഇവിടെ പറയാൻ അവസാനിപ്പിക്കുക. ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ, എനിക്ക് എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെയൊക്കെ കർത്താവ് തന്നതാണ്. അതുപോലെ എൻ്റെ മക്കൾക്കൊക്കെ ഇപ്പം രോഗമുണ്ട്, ഞങ്ങൾ രോഗാവസ്ഥയിലാണ്, അതും കർത്താവ് തന്നതാണ്. അതുപോലെ അന്നന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞാനിപ്പോൾ വാടകയ്ക്കാണ്. എൻ്റെ കുടുംബം വർഷങ്ങളായിട്ട് ഞങ്ങൾ 10-20 കൊല്ലമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ്. ഞങ്ങൾ ഒന്നുമില്ലാണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ എങ്കിലും പ്രാർത്ഥനയിൽ കൂടി ഈശോ ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അന്നന്ന് പ്രാർത്ഥിക്കും, അന്നത്തേക്ക് ആവശ്യമുള്ളത് തരും. അങ്ങനെ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കണം. കാരണം എൻ്റെ കൊച്ചു സാക്ഷ്യം, മക്കളാണേലും ഇപ്പോൾ അവർക്ക് രോഗമുണ്ട്, അത് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ അവരെ സുഖപ്പെടുത്തും, ഈശോ അവരെ സാക്ഷികളാക്കി മാറ്റും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കള് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ എന്ന് പറയാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കാം. ദൈവത്തോട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടെന്നല്ലേ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ കർത്താവിലെ ആഴമായി ആശ്രയിക്കണം. കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ, ആഴമായ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. അതിലേക്കും ഇതിലേക്കും ഒക്കെ ഇപ്പോൾ നമ്മൾ ഓടിപ്പോകാതെ കണ്ട് കർത്താവിൽ ആശ്രയിച്ച്, വചനത്തിൽ ആശ്രയിച്ച്, ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ച്, അവിടത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് ഓരോ ദിവസവും ഓരോ വിനാഴികയും നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഇപ്പോൾ മനുഷ്യർക്കൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇപ്പൊ ചൈനയിലാണെങ്കിലും പുതിയ കോവിഡ് പോലുള്ള പുതിയ മഹാമാരികൾ അണുക്കളൊക്കെ വന്നെന്ന് പറയുന്നത്, അത് നമ്മുടെ നാട്ടിലേക്ക് വരാനധികം താമസമൊന്നുമില്ല. അതുകൊണ്ട് അന്നൊന്നും നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നന്മ ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങാം എന്നാണ് ഇന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ഈശോയുടെ മുമ്പിൽ ഒരു ദൃഢപ്രതിജ്ഞ നമുക്ക് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ, ഈ എളിയ കൊച്ചു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
സംരക്ഷിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.